നമ്മളവിടുന്ന് കടലമിഠായി മിച്ചർ മിഠായി ഒക്കെ വാങ്ങിയായിരുന്നു കേട്ടോ. ഒരു കുഞ്ഞു കടയായിരുന്നു, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഫോൺ എടുത്ത് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ അപ്പൂപ്പൻ എന്നോട് ചോദിച്ചു റീൽ എടുക്കുകയാണെന്നത്. കാരണം ഇവിടെ കുറേ പേര് വന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കണതാണ്. ഇത് കണ്ടോ, ഞങ്ങൾ പോകുന്ന വഴി കണ്ട വീടാണ് കേട്ടോ. വെള്ളം കയറി, ഫുള്ള് വെള്ളം കയറി ഇരിക്കുകയാണ്. ഞാൻ ഓർക്കായിരുന്നു ഈ വീട്ടിലെ ആൾക്കാരൊക്കെ എങ്ങനെയാണ് പോകുകയും വരികയും ചെയ്യുന്നതെന്ന്. ആ വീഡിയോ എടുത്തിട്ട് തിരിച്ചു വന്നപ്പോൾ വേണത് എൻ്റെ കുഞ്ഞ് അവിടെ ഇരുന്ന് ടാറ്റയൊക്കെ തരുന്നുണ്ട് എനിക്ക്. ഇതൊരു നല്ല ഗ്രാമപ്രദേശമാണ്. സാധാരണ മിഡിൽ ഉള്ള ആൾക്കാരാണ് കൂടുതലും ഇഷ്ടം പോലെ ആൾക്കാർ സൈക്കിളിൽ സഞ്ചരിക്കുന്നുണ്ട് കേട്ടോ. അവിടെ സൈക്കിൾ സഞ്ചാരം കൂടുതലാണ് ഇവിടെ. ഇത് വൈക്കത്തമ്പലമാണ് കേട്ടോ, പ്രശസ്തമായ മഹാദേവ ക്ഷേത്രം. വൈക്കത്ത് അമ്പലത്തിൻ്റെ കിഴക്കേ നടയാണ്. ഇപ്പം തെക്കേ നട ഉണ്ടോ, തെക്കേ നടയിലെത്തി. നമ്മൾ അമ്പലത്തിനകത്തോട്ടൊന്നും കയറുന്നില്ല, അതും പുറ സൈഡ് വഴി ഇങ്ങനെ കറങ്ങി ഇങ്ങനെ പോവാം. ഇത് പടിഞ്ഞാറ് നടയാണ് മെയിനായിട്ട് നമ്മൾ കൂടുതലും ശ്രദ്ധിക്കപ്പെടുന്ന ഏരിയ. ഇവിടുന്ന് അങ്ങോട്ട് വൈക്കം കായൽ, പുന്നമടക്കായൽ. നേരെ അങ്ങ് പോയാൽ ബോട്ടിയെട്ടിയാണ്. നമുക്ക് അങ്ങോട്ട് പോവാം, ആ ഏരിയ കാണിച്ചു തരാം. വൈക്കത്തഷ്ടമിയുടെ സമയമാണ്, ഉത്സവ സീസണിൻ്റെ സമയത്ത് ഇപ്പോഴൊന്നും മരിക ഏരിയ പറ്റില്ല. ഇഷ്ടം പോലെ ആൾക്കാരും ഇതിലൊന്നും ഒരു വണ്ടിയായിട്ട് വരാൻ പോലും പറ്റത്തില്ല, അതേപോലത്തെ കണ്ടീഷനാണ്. ഇപ്പോഴൊക്കെ നല്ല ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ടോ, വണ്ടിയൊക്കെ ഓടിച്ചിട്ട് പോകാൻ നല്ല സുഖം, ഒരു വിഷയമില്ല. ഇത് വൈക്കം സത്യാഗ്രഹ മെമ്മോറിയലിൻ്റെ മതിലേ വരച്ചിരിക്കുന്ന പടാട്ടോ, നല്ല ഭംഗിയില്ലേ. ഞങ്ങൾ വൈക്കത്തെത്തിയപ്പോൾ ഓർത്തു വന്ന പിന്നെ നാരങ്ങ വെള്ളം കുടിക്കാനും നല്ല ചൂടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. ഇത് കണ്ടില്ലേ, ഇവിടെ ഇഷ്ടംപോലെ പലഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കടലമിഠായി, കോലുമിഠായി, പിന്നെ പേരറിയാൻ മേലാത്ത എന്തൊക്കെയോ കുറേ മിഠായികളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇത് പണ്ടത്തെ ഗോലി സോഡയിൽ എന്തോ ഫ്ലേവറൊക്കെ ചേർത്തിട്ടുള്ള എന്തോ ഒരു ഓർമ്മ. ഒരു മണിയുടെ ഷെയർ. ഉണ്ടോ ഞങ്ങളുടെ വൈക്കം കായൽ. പഴയ ഇപ്പോൾ അക്കരയ്ക്ക് ബോട്ടയിലാണ് പോകുന്നത്. അവിടെ നിന്ന് ഒരു ബോട്ട് വരുന്ന നോക്കി. കുറച്ച് ആൾക്കാർ വൈകിട്ട് വരേണ്ടതായിരുന്നു, നല്ല വെയിലിൻ്റെ സമയമാണ്. ജങ്കാർ സർവീസ് ഇവിടെ ഉണ്ട് കണ്ടോ. അവിടുന്ന് അപ്പുറത്തെ അക്കരയിൽ നിന്ന് കാറ് അതുപോലെയുള്ള ഇതെല്ലാം വണ്ടികളെല്ലാം കയറി ഇപ്പുറത്തോട്ട് വന്ന് അടുക്കാൻ പോവുക. വർഷങ്ങളായിട്ടുള്ളതാണ്. ഒരു ജങ്കാറെ പറ്റി ഉള്ളെന്ന് തോന്നുന്നു. അക്കരയ്ക്കര ഒറ്റ എണ്ണം തന്നെ സർവീസിങ്ങാണ്. തിരിഞ്ഞാണ് ഇതെന്തോ ഡ്രസ്സിൽ കറയൊക്കെ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മായ്ക്കുന്ന എന്തോ ഒരു സാധനം കേട്ടോ. മായാമോഹിനിക്കകത്തൊക്കെ ഉള്ള വീടായിരുന്നു കേട്ടോ. അതിനകത്തും ഉണ്ട്. ഒരു സിനിമാക്കാരൊക്കെ വന്ന് പിടിക്കുന്ന ഒരു വീടായിരുന്നു. ഇപ്പം അവിടെ ഒന്നും താമസമൊന്നും ഇല്ലെന്നാണ് ആ പട. ഇത് വീട്ടിലേക്ക് തെങ്ങും തൈ വാങ്ങിയതാണ് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് വാങ്ങണം എന്ന് അച്ചായി പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വാങ്ങി. പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഫുഡ് കഴിക്കാൻ കയറി. ഓൾറെഡി 3 മണി ആയായിരുന്നു. ഗ്ലാസ് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിന് അപ്പം തന്നെ വെള്ളം കുടിക്കണം. വെള്ളം കുടിയായിരുന്നു. അവൾ വെള്ളം കുടിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ആ വെള്ളം ഇപ്പം തന്നെ കുടിച്ച് തീർക്കുമെന്ന് തോന്നും. പക്ഷെ മുഴുവൻ വെള്ളം അവൾ കളയുകയോ ചെയ്യുന്നു. ലാസ്റ്റ് ഡ്രസ്സ് മുഴുവൻ നനച്ചവൾ. അപ്പോഴത്തേ ഫുഡൊക്കെ വന്നു കേട്ടോ. നമ്മൾ ന്യൂഡിൽസും ഫ്രൈഡ് റൈസും പനീർ ബട്ടർ മസാലയും പിന്നെ പൊറോട്ടയൊക്കെ കേട്ടോ ഓർഡർ ചെയ്തിരുന്നത്.